IPL 2026 അതിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയത്. എന്നാൽ ഈ മത്സരം ക്രിക്കറ്റ് ആരാധകർ എക്കാലത്തും ഓർത്തിരിക്കുക ഒരു 15 വയസ്സുകാരൻ്റെ അവിശ്വസനീയമായ പ്രകടനത്തിൻ്റെ പേരിലായിരിക്കും. അതെ, രാജസ്ഥാൻ റോയൽസിൻ്റെ യുവതാരം വൈഭവ് സൂര്യവംശി എന്ന അത്ഭുത ബാലനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ബുധനാഴ്ച നടന്ന എലിമിനേറ്റർ പോരാട്ടത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ രാജസ്ഥാൻ റോയൽസ് ഒരു കൂറ്റൻ വിജയമാണ് സ്വന്തമാക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസ് നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 243 റൺസ് എന്ന കൂറ്റൻ സ്കോറാണ് പടുത്തുയർത്തിയത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഹൈദരാബാദിന് 19.2 ഓവറിൽ 196 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 47 റൺസിന്റെ തകർപ്പൻ വിജയമാണ് രാജസ്ഥാൻ സ്വന്തമാക്കിയത്. എന്നാൽ മത്സരത്തിലെ യഥാർത്ഥ ഹീറോ മറ്റാരുമായിരുന്നില്ല, വൈഭവ് സൂര്യവംശി എന്ന 15-കാരനായിരുന്നു. വെറും 29 പന്തുകളിൽ നിന്നാണ് ഈ പയ്യൻ 97 റൺസ് അടിച്ചുകൂട്ടിയത്. കേവലം 3 റൺസ് അകലെ വെച്ച് ആ ചരിത്ര സെഞ്ചുറി നഷ്ടമായെങ്കിലും ഹൈദരാബാദ് ബൗളർമാരെ അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ പഞ്ഞിക്കിടുകയായിരുന്നു. ക്രിക്കറ്റ് ലോകത്തെ തന്നെ ഒന്നാകെ ഞെട്ടിച്ച ഒരു പ്രകടനമായിരുന്നു ഇത്. പ്രായം വെറും ഒരു സംഖ്യ മാത്രമാണെന്ന് ഈ 15-കാരൻ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. ഈ സീസണിൽ വൈഭവ് സൂര്യവംശിയുടെ ബാറ്റിംഗ് പ്രകടനം റെക്കോർഡുകളാണ് കടപുഴക്കുന്നത്. T20 ക്രിക്കറ്റിലെ ഇതിഹാസം സാക്ഷാൽ യൂണിവേഴ്സൽ ബോസ് ക്രിസ് ഗെയിലിന്റെ റെക്കോർഡ് പോലും ഈ യുവതാരം തിരുത്തിക്കുറിച്ചു. ഒരു IPL സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന താരമെന്ന റെക്കോർഡാണ് വൈഭവ് സ്വന്തമാക്കിയത്. ഈ സീസണിൽ ഇതുവരെ 65 സിക്സറുകളാണ് വൈഭവ് പറത്തിയത്. ക്രിസ് ഗെയിലിനെ പോലൊരു ഇതിഹാസത്തിന്റെ റെക്കോർഡാണ് ഒരു 15-കാരൻ മറികടന്നത് എന്നത് ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ്. വൈഭവിന്റെ ഈ വെടിക്കെട്ട് പ്രകടനത്തിന് ശേഷം ക്രിക്കറ്റ് ലോകം മുഴുവൻ അദ്ദേഹത്തെ പ്രശംസ കൊണ്ട് മൂടുകയാണ്. സ്വന്തം സഹതാരങ്ങൾ പോലും ആ പ്രകടനത്തിൽ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ഈ സീസണിൽ 12.5 കോടി രൂപയ്ക്ക് കളിക്കുന്ന ഇംഗ്ലീഷ് ഫാസ്റ്റ് ബൗളർ ജോഫ്ര ആർച്ചറുടെ വാക്കുകൾ ഏറെ ശ്രദ്ധേയമായി. വൈഭവിന്റെ ബാറ്റിങ്ങിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആർച്ചർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇത് വളരെ ആവേശകരമായിരുന്നു. അവൻ എത്രത്തോളം റൺ സ്കോർ ചെയ്യുന്നുവോ അത്രത്തോളം റൺസ് ഞങ്ങൾക്ക് പ്രതിരോധിക്കാൻ ലഭിക്കും. അവന് 150 റൺസ് വരെ ഒറ്റയ്ക്ക് നേടാൻ കഴിയും. എന്നാൽ മാധ്യമപ്രവർത്തകൻ ചോദിച്ച മറ്റൊരു കൗതുകകരമായ ചോദ്യത്തിന് ആർച്ചർ നൽകിയ മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. വൈഭവിനെതിരെ പന്തെറിയുകയാണെങ്കിൽ നിങ്ങൾ എവിടെയായിരിക്കും പന്ത് പിച്ച് ചെയ്യുക എന്നായിരുന്നു ആ റിപ്പോർട്ടറുടെ ചോദ്യം. ഒരു പുഞ്ചിരിയോടെ ജോഫ്ര ആർച്ചർ നൽകിയ രഹസ്യ മറുപടി ഇതായിരുന്നു: അത് ഞാൻ IPL കഴിഞ്ഞിട്ട് പറയാം. ലോകത്തെ ഏറ്റവും മികച്ച ബാറ്റർമാരെ പോലും വിറപ്പിക്കുന്ന സാക്ഷാൽ ആർച്ചർക്ക് പോലും ഈ 15-കാരനെതിരെ പന്തെറിയുന്നത് അത്ര എളുപ്പമല്ല എന്ന് പരോക്ഷമായി സമ്മതിക്കുന്നതായിരുന്നു ആ മറുപടി. വൈഭവിനൊപ്പം ഈ എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ ബാറ്റിംഗിൽ തിളങ്ങിയ മറ്റൊരു താരം ധ്രുവ് ജുറേലായിരുന്നു. നിർണായകമായ മത്സരത്തിൽ 21 പന്തിൽ 3 4-ഉം 5 സിക്സറുകളും ഉൾപ്പെടെ 50 റൺസാണ് ജുറേൽ അതിവേഗം നേടിയത്. ഈ സീസണിൽ രാജസ്ഥാന് വേണ്ടി വളരെ മികച്ച പ്രകടനമാണ് ജുറേൽ കാഴ്ചവെക്കുന്നത്. 46 ഫോറുകളും 24 സിക്സറുകളും ഉൾപ്പെടെ 508 റൺസാണ് അദ്ദേഹം ഈ സീസണിൽ അടിച്ചുകൂട്ടിയത്. മത്സരശേഷം നടന്ന പത്രസമ്മേളനത്തിൽ വൈഭവ് സൂര്യവംശിയെക്കുറിച്ച് ജുറേൽ പറഞ്ഞ വാക്കുകൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ്. വൈഭവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ ഒന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നില്ല എന്നതാണ്. അവൻ ഒരുപാട് പരിശീലനം നടത്തുന്നുണ്ട്. സ്വന്തം കഴിവുകളിൽ അവന് അങ്ങേയറ്റം വിശ്വാസമുണ്ട്. തനിക്കിത് ചെയ്യാൻ കഴിയില്ല എന്നൊരു സംശയം ഒരിക്കൽ പോലും അവനില്ല, ജുറേൽ പറഞ്ഞു. എന്താണ് വൈഭവിനെ ഇത്രയും സ്പെഷ്യൽ ആക്കുന്നത് എന്ന ചോദ്യത്തിന് ജുറേൽ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: നമ്മൾ അക്കാദമിയിൽ പരിശീലനത്തിന് പോകുമ്പോൾ കോച്ചുമാർ എപ്പോഴും പറയും ബൗളർമാരെ നോക്കാതെ വരുന്ന പന്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ. നമ്മളൊക്കെ 17 വയസ്സുള്ളപ്പോൾ പോലും എപ്പോഴും ബൗളറെയായിരുന്നു ഭയത്തോടെ ശ്രദ്ധിച്ചിരുന്നത്. എന്നാൽ വൈഭവ് അങ്ങനെയല്ല. അവൻ വരുന്ന പന്ത് മാത്രമേ നോക്കാറുള്ളൂ. അതാണ് അവൻ്റെ മന്ത്രം. പന്തെറിയുന്നത് ഏത് വലിയ ബൗളർ ആണെങ്കിലും അവനൊരു യാതൊരു കുലുക്കവുമില്ല. അവന് പന്ത് കളിക്കണം, അത്രമാത്രം. വൈഭവ് സൂര്യവംശി എന്ന ഈ 15-കാരൻ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിയാണെന്ന് നിസ്സംശയം പറയാം. ഹൈദരാബാദിനെതിരെ ഈ ഒറ്റ ഇന്നിംഗ്സ് മതി അവന്റെ പ്രതിഭ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ. എലിമിനേറ്ററിലെ ഈ വിജയത്തോടെ രാജസ്ഥാൻ റോയൽസ് ഫൈനലിന് ഒരു പടി കൂടി അരികിൽ എത്തി നിൽക്കുകയാണ്. ഇനി ക്വാളിഫയർ 2-ൽ രാജസ്ഥാൻ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും.